യെസ്, നമ്മൾ ഇന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. NSSൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. സോ നമുക്കത് പറഞ്ഞു പോവാം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് നമ്മുടെ വീഡിയോസ് കാണുന്ന 72% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ എല്ലാ വീഡിയോയിലൊന്നും വന്ന് പറയാറൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. ലൈക്ക് ചെയ്യണം എന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞു പോകാറുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ ഒരു പങ്ക് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിനി സ്പോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ അപ്ഡേറ്റ് ഒക്കെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുക. അപ്പോൾ മാക്സിമം ഞാൻ സ്പോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു പോകാറുണ്ട്. കാരണം കുറേ കുട്ടികളൊക്കെ സ്പോട്ട് നോക്കിയിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത് പോകാറുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്തും ഒരു സജഷൻ ഉണ്ട്. നിങ്ങൾ വെബ്സൈറ്റ്, നിങ്ങൾ ഏത് കോളേജിലാണോ സ്പോട്ടിൽ പോകാൻ താല്പര്യമുള്ളത് ആ കോളേജുകളുടെ വെബ്സൈറ്റ് നിങ്ങളും റെഗുലറായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ NSS കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ബിഫോർ റിപ്പോർട്ടിംഗ് ഫോർ അഡ്മിഷൻ സ്റ്റുഡൻറ്റ് ഹാവ് ടു കംപ്ലീറ്റ് ദ ഡേറ്റ എൻട്രി ഇൻ ക്യാമ്പസ് ഡേറ്റാബേസ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഡേറ്റ എൻട്രി ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഡേറ്റ എൻട്രിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ നമ്മൾ NSSൻ്റെ ഡേറ്റ എൻട്രിയാണ് എടുത്ത് കാണിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഡേറ്റ എൻട്രി ചെയ്തിട്ട് ആ ഒരു നമ്പർ നിങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ. അപ്പോൾ അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. അതെടുത്ത് നോക്കിയിട്ട് ഡേറ്റ എൻട്രി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. ഡേറ്റ എൻട്രി ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ BTech റെഗുലർ എന്നുള്ള ആ ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഫോർ അഡ്മിഷൻ ഡേറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ ഈസ് അവൈലബിൾ ഉണ്ട് കോളേജ് വെബ്സൈറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സെലക്ട് BTech റെഗുലർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫിൽ ദ ബേസിക് ഡീറ്റെയിൽസ് ആൻഡ് രജിസ്റ്റർ ഇൻ ദ പോർട്ടൽ ടു റിസീവ് അഡ്മിഷൻ റെഫറൻസ് നമ്പർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഡേറ്റ എൻട്രിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് BTech റെഗുലർ അങ്ങനെ ലെറ്റൊക്കെ കാണിക്കും, MSc ഒക്കെ കാണിക്കും. നമ്മൾ എടുക്കേണ്ടത് BTech റെഗുലർ ആണ്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. പ്ലീസ് നോട്ട് ദ റെഫറൻസ് നമ്പർ ഫോർ ഫർദർ പ്രൊസീജിയർ ഓഫ് അഡ്മിഷൻ. യു ക്യാൻ ടേക്ക് ദ സ്ക്രീൻഷോട്ട് ഓഫ് റെഫറൻസ് നമ്പർ ഓൺ യുവർ മൊബൈൽ. അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ റെഫറൻസ് നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനാണ് പറയുന്നത്. ബാക്കി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇനി അപ്ഡേറ്റ് ദ പ്രൊഫൈൽ യൂസിങ് ദിസ് റെഫറൻസ് നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമുക്ക് അവിടെ സൈഡിലായിട്ട് ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ. അവിടെ നമുക്ക് ഒരു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് റെഫറൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അടുത്തൊരു പേജ് വരികയും അതിൽ മാൻഡേറ്ററി, അതായത് സ്റ്റാർ ഇട്ടേക്കണൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തത് ആ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. കളക്ട് അഡ്മിഷൻ ഫയൽ ഫ്രം കോളേജ് കോഓപ്പറേറ്റീവ് സ്റ്റോർ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതായിരുന്നു, ഡേറ്റ എൻട്രി. അതിൻ്റെ ഇൻസ്ട്രക്ഷനാണ് തന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കോളേജ് കോഓപ്പറേറ്റീവ് സ്റ്റോർ അതവിടെ അന്വേഷിച്ചാൽ മതി എവിടെയെന്നുള്ളത്. അവിടെ നിന്ന് അഡ്മിഷൻ ഫയൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതിനുശേഷം ആ ഒരു അഡ്മിഷൻ ഫയൽ കളക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു E1 ഹാൾ ഫോർ കംപ്ലീറ്റിംഗ് ദ രജിസ്ട്രേഷൻ ആൻഡ് ഫോർ ജനറേറ്റിംഗ് അഡ്മിഷൻ നമ്പർ. അപ്പോൾ അവിടെ നിന്ന് E1 ഹാൾ, അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സീനിയർ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഫാക്കൽറ്റീസോ ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കോളേജ് കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ പോയിട്ട് അഡ്മിഷൻ ഫയൽ കളക്ട് ചെയ്തിട്ട് E1 ഹാളിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. അവിടെയാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രൊസീഡ് ടു അഡ്മിഷൻ ഹോൾ, അതായത് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് അഡ്മിഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പ്രൊഡ്യൂസ് ഓൾ ദ നെസസറി ഡോക്യുമെൻറ്റ് അറ്റ് ദ ഫസ്റ്റ് ഡെസ്ക് ഇൻ ദ അഡ്മിഷൻ ഹാൾ ഫോർ പർപ്പസ് ഓഫ് വെരിഫിക്കേഷൻ. ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ ഒരു താഴെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ അഡ്മിഷൻ ഹാൾ, അതായത് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അവിടെ നിങ്ങളെ ഹാജരാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ തന്നേക്കുന്ന അവരുടെ ഓർഡറിൽ തന്നെ എടുത്തു വെക്കണം. ഫസ്റ്റ് അവിടെ നമ്പർ ഇട്ട് കൊടുത്തേക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ഏറ്റവും ആദ്യം അതിൻ്റെ ഒരു കോപ്പി അങ്ങനെ ആ ഒരു ഓർഡറിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആഫ്റ്റർ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് യു ക്യാൻ പ്രൊസീഡ് ടു ഫീ പേയ്മെൻറ്റ് ഡെസ്ക്. ഡീറ്റെയിൽസ് ഓഫ് ഫീ പേയ്മെൻറ്റ് ആർ ഗിവൺ ബിലോ. അപ്പോൾ നമ്മളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു, ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മളുടെ ഫീസ് അടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ അങ്ങോട്ട് നിങ്ങൾ ചെല്ലാനാണ് പറയുന്നത്. റിപ്പോർട്ട് ടു OMS ഡെസ്ക്, അതായത് ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം.
Keep all the necessary document as in the list in the admission file and hand it over to OAMS desk. നിങ്ങൾ അവിടെ വെരിഫൈ ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റും ആ ഫയലിലാക്കി, നമ്മൾ ആദ്യം കളക്ട് ചെയ്ത ആ ഫയലിലാക്കിയിട്ട് അവിടെ ആ ഒരു അഡ്മിഷൻ ഡെസ്കിൽ നിങ്ങൾ കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഇങ്ങനെ വലിയ ദൂരെ എന്നുള്ള സ്ഥലങ്ങളായിരിക്കില്ല, എല്ലാം അടുത്തടുത്ത് തന്നെയായിരിക്കും. ഇൻസ്ട്രക്ഷൻ തരാൻ അവിടെ ആളുകളുണ്ടാവും. സോ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വെറി ചെയ്യേണ്ട, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ പ്രൊസീജിയറൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ കൊടുക്കുവാണ്. ഇനിയിപ്പോൾ വേറെ കോളേജ് മാറുവാണെങ്കിൽ നമ്മൾ വാങ്ങുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെയാണ് ഇനി പഠിക്കുന്നതെങ്കിൽ അവിടെയാണ്. സോ നിങ്ങളുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പീസ് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം. നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും PDF ആയിട്ട് നമ്മുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവിടെ കിടന്നോളൂ. എല്ലാ സർട്ടിഫിക്കറ്റും ഒരു കാലത്തും പോകില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ പ്രിൻ്റ് എടുത്താലും മതി, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഒബ്റ്റെയിൻ ദ റെസിപ്റ്റ് ഓഫ് അഡ്മിഷൻ ഫ്രം ദ OAMS ഡെസ്ക്. അഡ്മിഷൻ ഈസ് കംപ്ലീറ്റ് ഓൺലി വെൻ ദ റെസിപ്റ്റ് ഈസ് ജനറേറ്റഡ്. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ അഡ്മിഷൻ എടുത്തു എന്നുള്ള ഒരു അഡ്മിഷൻ സ്ലിപ്പ് തരും. അപ്പോൾ ആ ഒരു സ്ലിപ്പ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇനി നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് വേറൊരു കോളേജിലേക്ക് കിട്ടിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെ കോപ്പിയും ഒരു റിക്വസ്റ്റും പിന്നെ ഈ ഒരു അഡ്മിഷൻ സ്ലിപ്പും നിങ്ങൾ കൊണ്ടുവന്ന് കൊടുത്താലാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ച് കിട്ടുക കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ തന്നെയാണ് എടുക്കുന്നതെങ്കിലും അഡ്മിഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ്. അത് കളയാതെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ആ നമ്പറാണ് ഇനിയുള്ള നിങ്ങളുടെ നമ്പറൊക്കെ വരുന്നത് അഡ്മിഷൻ നമ്പറായിട്ട്. സോ അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കാനായിട്ട്, ഏത് കോളേജിലാണെങ്കിലും അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. Proceed to HOD desk, submit undertaking and get HOD signature in the temporary ID card എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ HOD, അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണോ അതിൻ്റെ ഹെഡ് അവിടെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അണ്ടർടേക്കിംഗ് കൊടുക്കുക. അതിനുശേഷം ആ ഒരു നിങ്ങളുടെ ടെമ്പററി ആയിട്ട് കിട്ടുന്ന ID കാർഡിൽ സിഗ്നേച്ചർ വാങ്ങുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പ്ലീസ് കീപ് ദ ഫോളോയിങ് ഐറ്റം ഇൻ ദ ഓർഡർ ഗിവൺ ടു കെപ്റ്റ് ഇൻ ദ ഫയൽ വിച്ച് വിൽ ബി പ്രൊവൈഡ് ഫ്രം ദ കോളേജ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റിൽ അവർ ഡോക്യുമെൻറ്റ്സ് ആ ഒരു ലിസ്റ്റ് കൊടുത്തേക്കണ ഓർഡറിൽ നിങ്ങൾ എപ്പോഴും സർട്ടിഫിക്കറ്റ് വെക്കണം. കാരണം അവരുടെ കയ്യിലൊരു ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് അവർ സർട്ടിഫിക്കറ്റിൽ വെരിഫൈ ചെയ്യുന്നത്. സോ നമുക്കത് എടുത്തു കൊടുക്കാനും അവർക്കത് ചെക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ഓർഡറിൽ വെക്കാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ 10th മാർക്ക് ഷീറ്റ് ഒറിജിനൽ, +2 മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് if it is submitted during KEAM application, passport size photo and scanned copy of maximum size എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ 10th മാർക്ക് ഷീറ്റ് ഒറിജിനൽ കൊടുക്കണം, 12th മാർക്ക് ഷീറ്റ് ഒറിജിനൽ കൊടുക്കണം. ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കീമിൽ ഏത് സർട്ടിഫിക്കറ്റാണോ ബർത്ത് പ്രൂഫ് ചെയ്യാൻ അപ്ലോഡ് ചെയ്തത് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ. ചിലവരത് 10th സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും, അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി അതല്ല, നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ ഒരു ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോകണം കേട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിലെടുക്കാം, വേണമെങ്കിൽ അത് അവിടെ കൊടുക്കുക, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോരാം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി സെറ്റ് 1 എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡ്, ഡേറ്റ ഷീറ്റ് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മളുടെ ഇതിലുണ്ടാവും, പ്രൊഫൈലുണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്താൽ മതി. ഒന്നുകൂടി പറയുവാണ്, ഈ ഡേറ്റ ഷീറ്റൊക്കെ ഒന്നിലധികം പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വച്ചേക്കാം കേട്ടോ. പിന്നെ ആ ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ, സെക്കൻഡാണ് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ. പിന്നെ നിങ്ങൾ എൽഡസ് കമ്മീഷർക്ക് ഒരു ഫീസ് അടച്ചല്ലോ, ആ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ്, +2 കോപ്പി, +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, 10th കോപ്പി, ഒറിജിനൽ TC സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ലാസ്റ്റ് അറ്റൻഡഡ്, അതായത് TC, അതുപോലെ തന്നെ CC, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇഫ് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ഡ്യൂറിങ് കീം അപ്ലിക്കേഷൻ. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കീമിൻ്റെ ഇതിൽ, അതൊക്കെ നമുക്ക് 10th സർട്ടിഫിക്കറ്റ് മതി. അല്ലാതെ പിന്നെ അങ്ങനെയുള്ളവർക്ക് നേറ്റിവിറ്റി കേരളത്തിൽ തന്നെ ജനിച്ചവരാണ്, നമ്മൾ കീമിന് നേറ്റിവിറ്റി പ്രൂഫ് ചെയ്യാൻ 10th സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്തേക്കണമെങ്കിൽ അത് തന്നെ മതി. അതല്ല, നിങ്ങൾ കീമിൽ നേറ്റിവിറ്റി പ്രൂഫ് ചെയ്യാൻ ഏത് സർട്ടിഫിക്കറ്റാണ് കൊടുത്തേക്കണേ അതിൻ്റെ ഒറിജിനൽ കേട്ടോ. പിന്നെ NCL സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക്, NCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്. നിങ്ങൾ കീമിൽ അപ്ലൈ ചെയ്തപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകം സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് EWS സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിൽ കുറേ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞിട്ടില്ലേ,
അതൊക്കെ ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അത് കീമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് കൊണ്ടുവരേണ്ടത്. ഇനി സെറ്റ് 2 ആയിട്ട് പറഞ്ഞേക്കുന്നത് അഡ്മിറ്റ് കാർഡ്, ഡേറ്റ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ, നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെ കീമിൻ്റെ ഫീസ് അടച്ചതിൻ്റെ +2യുടെ കോപ്പി, ഇതിൻ്റെ എല്ലാം കോപ്പിയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പി, ഡേറ്റ ഷീറ്റിൻ്റെ കോപ്പി, അലോട്ട്മെൻറ്റ് മെമ്മോ, റെസിപ്റ്റ് ഓഫ് ഫീസ് ആൻഡ് പെയ്ഡ് ടു കീം, +2ൻ്റെ കോപ്പി, 10th കോപ്പി. ഓക്കെ, ഇത്രയാണ് സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞേക്കുന്നത്. ഇനി ഡീറ്റെയിൽസ് ഓഫ് ഫീ ടു ബി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. PTA മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു ഫീസായിട്ട് 15,000 രൂപ ക്യാഷായിട്ടോ നിങ്ങൾക്ക് UPI പേയ്മെൻ്റ് ആയിട്ടോ അടക്കാവുന്നതാണ് കേട്ടോ. സാധാരണ ഈ PTA മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞാൽ അവരൊരു ഡീറ്റെയിൽ ഇത് തരാറുണ്ട് എല്ലാ കോളേജുകളും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വർഷം എല്ലാ കോളേജുകളും ഇങ്ങനെ ഒരു ഒറ്റ ഇതിലായിട്ടൊരു 15,000 രൂപ എന്നുള്ള എമൗണ്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. PTA മെമ്പർഷിപ്പ് ഫീ 1 ടൈം, അതായത് അഡ്മിഷൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. അത് 15,000 രൂപയാണ് NSS കോളേജ് പറഞ്ഞേക്കുന്നത്. ഇനി ഹോസ്റ്റൽ അഡ്മിഷൻ ആവശ്യമുള്ളവർക്ക് സ്റ്റുഡൻസ് ഓപ്റ്റിംഗ് ഫോർ മെൻസ് ഹോസ്റ്റൽ അഡ്മിഷൻ വിൽ ഹാവ് ടു പേ 16,000 രൂപയാണ്. അങ്ങനെ ആ ഒരു മെൻസ് ഹോസ്റ്റലിൽ ആവശ്യമുള്ള കുട്ടികൾക്ക് SC/ST കുട്ടികളാണെങ്കിൽ അവർക്ക് 11,000 രൂപ മാത്രമാണ് പറയുന്നുള്ളൂ. ബാക്കി എല്ലാവരും 16K അടക്കണം. Ladies hostel facility is not provided by college for first year students. Students who want hostel facility can take admission in the NSS working women hostel function inside the campus. അതായത് ആൺകുട്ടികൾക്ക് ഓൾറെഡി ഹോസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞു. പെൺകുട്ടികൾക്ക് ഒരു ഹോസ്റ്റൽ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് ഫസ്റ്റ് ഇയർ ആണ് പ്രൊവൈഡ് ചെയ്യാത്തത്, സെക്കൻഡ് ഇയർ ഒടുങ്ങി ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് NSSൻ്റെ ഒരു വർക്കിംഗ് വുമൺ ഹോസ്റ്റൽ ക്യാമ്പസിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഓഫീസിനൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ടൈമിൽ വിളിക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ബ്രേക്കൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ വിളിച്ചാലും ചിലപ്പോൾ കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 10 മണിക്കും 3 മണിക്കുമൊക്കെ ഇടയിലുള്ള ആ ഒരു ടൈമിൽ വിളിച്ച് നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് NSSൻ്റെ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡേറ്റ് പറഞ്ഞില്ല അല്ലേ, എങ്ങനെയാണ് ചെല്ലേണ്ടതെന്നുള്ളത്. ഓക്കെ, നമ്മൾ ജോയിനിങ് ഷെഡ്യൂള് NSS പബ്ലിഷ് ചെയ്തേക്കുന്ന ഇതാണ്. 21-ാം തീയതി 8:30 മുതൽ 1 മണി വരെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. 22-ാം തീയതി 8:30 മുതൽ 1 മണി വരെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 23-ാം തീയതി 8:30 മുതൽ 1 മണി വരെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 24-ാം തീയതി 1 മണി മുതൽ 4 മണി വരെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. 24-ാം തീയതി 8:30 മുതൽ 1 മണി വരെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് 27-ാം തീയതി 8:30 മുതൽ 1 മണി വരെ. അപ്പോൾ ഇവിടെ 24-ാം തീയതി 8:30 മുതൽ, അതായത് രാവിലെ ഉച്ചയ്ക്കും ഉണ്ട് കേട്ടോ. രാവിലെ 8:30 മുതൽ 1 മണി വരെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും, ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിങ്ങുമാണ് അഡ്മിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റിലൊക്കെ തന്നെ നിങ്ങൾക്ക് ചെല്ലാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടില്ലേ, അതിലൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അഡ്മിഷനൊക്കെ എടുക്കാനായിട്ട് പോവുക കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.